നമസ്കാരം. സെല്ലുലോഡ് മൂവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമകളിൽ സമാന്തര സിനിമകൾക്കും പരീക്ഷണ ചിത്രങ്ങൾക്കും എന്നും വ്യത്യസ്തമായ ഒരു വേദിയും സ്ഥാനവും ആവശ്യമാണ്. നവാഗത സംവിധായകൻ വിവേക് അത്തരത്തിലൊരു സാഹസം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. ഫഹദ് ഫാസിൽ, സായി പല്ലവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിവേക് ഒരുക്കിയ അതിരൻ മലയാള സിനിമകളിൽ അധികമൊന്നും പരീക്ഷിക്കപ്പെടാത്ത ഒരു സൈക്കോളജിക്കൽ സ്റ്റോറിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആദ്യ ടീസറിലൂടെ പ്രേക്ഷകർക്ക് നൽകിയ ഒരു അപ്രതീക്ഷിത ഷോക്ക് തന്നെയാണ് അതിരൻ എന്ന ചിത്രത്തിൻ്റെ ഹോൾമാർക്ക്. പ്രേമം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ സായി പല്ലവിയും അതുല്യ നടൻ ഫഹദ് ഫാസിലും തങ്ങളുടെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ രണ്ട് വേഷങ്ങളിലൂടെയാണ് ചിത്രത്തിലെത്തുന്നത്. മറ്റു ഭാഷകളിലും സ്വീകാര്യത ഉയർത്തിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് മിസ്റ്ററി പോലെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഘടകം ചിത്രത്തിൻ്റെ പശ്ചാത്തലം തന്നെയാണ്. ഏറെ രഹസ്യങ്ങളുമായി കാടിന് നടുവിൽ ഒറ്റപ്പെട്ട ഒരു ആശുപത്രിയിലേക്കുള്ള ഡോക്ടറുടെ യാത്ര ആരംഭിക്കുമ്പോൾ കാണികളുടെ മനസ്സിൽ നിഗൂഢതയുടെ ഒരു നാമ്പ് കുറിച്ചുകൊണ്ട് ചിത്രം ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ മൂടിയോ ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ അത്യാവശ്യം ചില ചേരുവകൾ മാത്രം ചേർത്ത് തികച്ചും മാനസികമായ ഒരു പശ്ചാത്തലത്തിലാണ് ഓരോ കഥാപാത്രങ്ങളെയും സംവിധായകൻ പരിചയപ്പെടുത്തുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു ഹൊറർ ബാക്ക്ഗ്രൗണ്ട് തോന്നിക്കുമെങ്കിലും പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ കഥയെ ആകെ മാറ്റിമറിക്കുന്നുണ്ട്. ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും ഒരു ചെറിയ ലാഗ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വളരെ അപ്രതീക്ഷിതമായ ഒരു ക്ലൈമാക്സ് ഇതിനെയെല്ലാം മറികടക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ മികച്ച അഭിനയം തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ മികവ്. ഏറെ നാളുകൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ സായി പല്ലവി, മുൻനിര നായകന്മാരിൽ ഒരാളായ ഫഹദ് ഫാസിൽ, പ്രകാശ് രാജ്, സുരഭി സന്തോഷ്, അതുൽ കുൽക്കർണി എന്നിവരെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒപ്പം മറ്റൊരു പ്രധാന വേഷത്തിലെത്തിയ നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ തൻ്റെ റോൾ ഗംഭീരമാക്കി. സംവിധാനത്തിൻ്റെ ചില പോരായ്മകൾ ചിത്രത്തിൽ പ്രകടമായിട്ടുണ്ട്. കഥയുടെ ഇഴച്ചിൽ, പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നിവയൊക്കെ ഇതിന് കാരണമായി. പക്ഷേ ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ കുറേ നല്ല നിമിഷങ്ങളും സമ്മാനിക്കാൻ വിവേകിന് കഴിഞ്ഞിട്ടുണ്ട്. PF മാത്യൂസിൻ്റെ തിരക്കഥയും വിവേകിനൊപ്പം തന്നെ നിന്നു. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായി ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനു മുത്തേടൻ്റെ ഛായാഗ്രഹണം ചിത്രത്തെ സഹായിച്ചു. മികച്ച ഗാനങ്ങളായിരുന്നെങ്കിലും ചിത്രത്തിനോട് ചേർന്ന് നിൽക്കാൻ ജയഹരിയുടെ സംഗീതത്തിനായിട്ടില്ല. ഏറെ പ്രതീക്ഷകളോടെ ചെന്നാലും അവയെ എല്ലാ അർത്ഥത്തിലും തകിടം മറിക്കുന്ന ഒരു ചിത്രമാണ് അതിരൻ. ഒരു വ്യത്യസ്തമായ സിനിമാ അനുഭവത്തിന് തീർച്ചയായും ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം. സെല്ലുലോഡ് ഒരു സിനിമകൾക്കും റേറ്റിംഗ് നൽകാറില്ല. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.